കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള 11-ാമത്തെ പാഠം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സിൽസ്മോൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. ഈ ആഴ്ച നാം പഠിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ളതായ ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ അവരവരുടെ കർത്തവ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അവരുടെ പ്രവൃത്തി നമ്മുടെ രക്ഷയുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് പ്രധാനമായി നാം പഠിക്കുന്നത്. മനപ്പാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ വിശദമായി എഴുതുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ രൂപത്തിൽ ഇരിക്കെ മനുഷ്യനായി വന്നു എന്നും നാം 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. ഇവിടെ ഇന്നത്തെ പാഠത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് പറയുന്നു. എന്തായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ കർത്തവ്യം? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പ്രധാനമായും പിതാവായ ദൈവത്തിൻ്റെ കർത്തവ്യം ഏറ്റവും പ്രധാനമായി പറയുന്നത് പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. 2, പുത്രന് ന്യായവിധിക്കുള്ള അധികാരം കൊടുക്കുന്നത് പിതാവായ കർത്താവാണ്. 3, ജീവൻ്റെ വചനം, ദൈവവചനം നമുക്ക് നൽകുന്നത് പിതാവാണ്. അതുപോലെ തന്നെ പ്രവചനങ്ങൾ നമുക്ക് നൽകുന്നത് പിതാവായ ദൈവമാണ് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് പിതാവായ ദൈവമാണ്. അത് പുത്രൻ പറയുന്നുണ്ട്. അതായത് യേശു പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് പിതാവിനോട് യാചിച്ചാലും അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. അത് എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ കഴിക്കുന്ന അപേക്ഷകൾക്ക് ഉത്തരം നൽകുന്നത് പിതാവായ ദൈവമാണ്. അപ്പം പിതാവായ ദൈവം പുത്രനെ അയച്ചു, പുത്രനെ ന്യായവിധിയുടെ അധികാരം കൊടുത്തു, പ്രവചനങ്ങൾ നൽകി പുത്രനെക്കുറിച്ചും അതുപോലെ തന്നെ പുത്രന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. പിന്നെ വചനം നമുക്ക് നൽകുന്നത് പിതാവായ ദൈവമാണ്. പ്രാർത്ഥന സ്വീകരിക്കുന്നത് പിതാവായ ദൈവമാണ്. ഇതാണ് പിതാവായ ദൈവത്തിൻ്റെ കർത്തവ്യങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്. പാസ്റ്റർ ബിനോയ്, പിതാവായ ദൈവത്തിൻ്റെ കർത്തവ്യം കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഒരു പുത്രനെ ബലിയാക്കുവാൻ അഥവാ കൊല്ലുവാൻ തക്കവണ്ണം മനഃപൂർവ്വമായി അയക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടായിരിക്കണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പിതാവ് ലോകത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത്. ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതായ കർത്താവ് യേശു ക്രിസ്തുവും തൻ്റെ പിതാവും തമ്മിലുള്ളതായ ബന്ധം എന്താണ്? കർത്താവ് യേശുവും പിതാവായുള്ള ബന്ധം വളരെ ഈടാർന്ന ബന്ധമാണ്. ആ ബന്ധം അതുകൊണ്ട് വളരെ വേദനയോടെയാണ് ആ മകനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനാണ്. പിതാവ് എന്നെ അയച്ചാലും, അങ്ങേ എന്നെക്കുറിച്ച് പുസ്തകച്ചോറിൽ എഴുതിയിരിക്കുന്നു, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ് പിതാവിൻ്റെ അടുക്കൽ പുത്രൻ വിധേയപ്പെട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ മനസ്സോടെ പിതാവ് അയച്ചു എന്ന് നമുക്ക് തോന്നാമെങ്കിലും പ്രവാചകൻ പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിൽ കൊല്ലുവാൻ തക്കവണ്ണം പിതാവിന് ഇഷ്ടമായിരുന്നു, അവനെ തകർത്ത് കളവാൻ അവന് ഇഷ്ടം തോന്നിയെന്നോ. മനുഷ്യൻ്റെ രക്ഷയാണ്, മനുഷ്യനെക്കുറിച്ചുള്ള പാപത്തിൽ നിബന്ധിച്ചതായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ആ വലിയ ചിത്രമാണ് പിതാവിൻ്റെ മനസ്സിലുള്ളത്. അത് സാധ്യമാകാൻ ഏത് ത്യാഗവും തൻ്റെ മകന് വേണ്ടി കൊടുക്കാൻ പിതാവ് തയ്യാറായിരുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ബന്ധമാണ്. സൃഷ്ടിപ്പിൽ, പ്രവർത്തനത്തിൽ, രക്ഷാപത്യത്തിലൊക്കെ വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, പിതാവിനെ മഹത്വപ്പെടുത്തും. പിതാവെ, നീ എന്നെ മഹത്വപ്പെടുത്തണമേ. എന്നെ മഹത്വപ്പെടുത്തിയാൽ എനിക്ക് അങ്ങയെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ഞാനും പിതാവ് ഒന്നാകുന്നു. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസിൻ്റെ ഒരു സംശയമാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. ഫിലിപ്പോസ്, ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ആയിട്ടും നീ പിതാവിനെ കണ്ടിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പിതാവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പുത്രനിൽ പൂർണ്ണമാണ്. ആ പുത്രൻ്റെ സ്വഭാവത്തിൽ, പുത്രൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം പൂർണ്ണമാണ്.
പഴയ നിയമത്തിൽ പലരും ക്രൂരനായ ഒരു ദൈവത്തെ ചിത്രീകരിക്കുന്നുണ്ട്, മുഖപക്ഷമുള്ള ഒരു ദൈവത്തെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം സ്നേഹമാണ് എന്ന് കാണിക്കുന്നത്, അപ്പോഴും ദൈവം സ്നേഹമായിരുന്നു. ദൈവം സ്നേഹമാണ് എന്ന് കാണിക്കുന്നത് തൻ്റെ പുത്രനെ ലോകത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. പുത്രൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിലൂടെയാണ്. ദൈവം സ്നേഹമാണ്. പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം അഭേദ്യമായ ബന്ധമാണ്. അത് ഈടാർന്ന ബന്ധമാണ്. അത് നിത്യത മുതൽ നിത്യതയോളം നിലനിൽക്കുന്നതുമാണ് എന്ന് പാസ്റ്റർ സെൽസ്മോൻ, പാപം ദൈവവും മനുഷ്യനും തമ്മിലുള്ളൊരു വലിയ വിടവ് സൃഷ്ടിക്കുകയുണ്ടായി. ഈ വിടവ് നികത്തുവാൻ ദൈവം എന്താണ് ചെയ്തത്? പാപവും മനുഷ്യനും തമ്മിലുള്ള, അല്ലെങ്കിൽ പാപം മൂലം മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ വിടവ് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ പിതാവിനോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ഞാൻ അകന്നിരിക്കുന്നതിൻ്റെ കാരണം പാപമാണ്. പാപം വലിയ വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ ഉൽപ്പത്തിയിൽ പാപം കടന്നു വരുന്ന സാഹചര്യത്തിൽ, അതിനു മുൻപുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. മനുഷ്യൻ അല്ലെങ്കിൽ ആദിമ മാതാപിതാക്കൾ ദൈവത്തോടു കൂടെ എല്ലാ ദിവസവും മുഖാമുഖം സംസാരിക്കുകയും കാണുകയും ചെയ്തിരുന്നതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പാപം മൂലം ആ ഒരു ബന്ധത്തിന് വലിയൊരു വിടവ് അകന്നുപോയി എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇത് പുനഃസ്ഥാപിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. എന്നാൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിലൂടെ ഒരു പരിധിവരെ ഈ വിടവ് ലഘൂകരിക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. ക്രിസ്തു പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ കാര്യമാണ് നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്ര വലിയ ഒരു പ്രവൃത്തിയാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെന്നും ആ പ്രവൃത്തിയിലൂടെ നമുക്കെന്താണ്, ദൈവവുമായി, ദൈവത്തിൻ്റെ മക്കളെന്ന്, അല്ലെങ്കിൽ പുത്രനായ ദൈവത്തോട് കൂട്ടവകാശികളായി നമ്മളെ ഓരോരുത്തരെയും തീർത്തിരിക്കുകയാണ്. അതാണ് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മൂലമാണ് നാം ദൈവത്തോട് നിരന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ആ യാഗമൃഗമായി, യാഗവസ്തുവായി മാറുവാനും നമ്മുടെ പാപം തൻ്റെ ചുമലിലേറ്റി ക്രൂശീകരണം വരിക്കുവാനും ഇടയായതായ ആ മഹത്തായ ത്യാഗത്തെ നാം എന്നും ഓർക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഈ രക്ഷയുടെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രക്ഷയുടെ വാഗ്ദത്തം ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ്. കർത്താവ് തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് തന്നെ രക്ഷ എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുക. പക്ഷെങ്കിൽ എന്നാൽ എല്ലാവർക്കും രക്ഷ കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുമാണ്. രക്ഷ സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. പക്ഷേ ഈ രക്ഷയെ സ്വീകരിക്കുവാനും തള്ളിക്കളയാനുള്ള അവകാശം, അല്ലെങ്കിൽ അത് മനുഷ്യൽ നിക്ഷിപ്തമാണ്. മനുഷ്യനെ ആശ്രയിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. രക്ഷയുണ്ട്. രക്ഷ സകല മനുഷ്യർക്കും വേണ്ടി നൽകിയിരിക്കുന്നതാണ്. രക്ഷയുടെ വാഗ്ദത്തം സകല മനുഷ്യർക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെയോ സഭാവിഭാഗത്തെയോ പ്രാദേശിക പ്രദേശത്തെയോ ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ല, സകല മനുഷ്യർക്കും. പക്ഷേ ഈ രക്ഷ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. കാരണം രക്ഷ മനുഷ്യൻ്റെ വ്യക്തിപരമായ ഏറ്റുപറച്ചിലൂടെ കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് സാധ്യമാകുന്നത്. ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. അപ്പോൾ ദൈവത്തിന് മക്കളാകാനുള്ള അധികാരം ആ രക്ഷയിലെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ്. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അപ്പോൾ ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദകാലം. അപ്പോൾ രക്ഷ സകല മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ ആ രക്ഷയെ ആശ്രയിക്കുന്നത്, രക്ഷയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, ആ രക്ഷയെ സ്വീകരിക്കുവാനും തള്ളിക്കളയാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് പരക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് രക്ഷ ആവശ്യമാണ്. അത് മനസ്സിലാക്കി ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുകയും ക്രിസ്തുവിൽ കൂടിയുള്ള ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ് അത് സ്വായത്തമാക്കാൻ സാധിക്കും. രക്ഷയുടെ വാഗ്ദത്തം മനുഷ്യൻ പാപം ചെയ്തതായ ആ സമയം മുതൽ ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ ആ രക്ഷയുടെ പ്രത്യാശ മനുഷ്യരിലുണ്ടായിരുന്നു. നാം മറ്റൊരു പാഠത്തിൽ പഠിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അബ്രഹാം വരെ പ്രത്യാശയോടുകൂടെ ജീവിച്ചിരുന്നു. ഇന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നു, ഇനിയും വരും എന്നുള്ളതായ പ്രത്യാശയിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. നാം രക്ഷയുടെ ആ കാലയളവിലാണ് നാം ജീവിക്കുന്നത്. പാസ്റ്റർ സിൽസ്, രക്ഷ ആരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? നമുക്കറിയാം, രക്ഷയെക്കുറിച്ച് ദൈവവചനം പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന് ലഭിക്കുന്നത് ഒരു ദാനമായിട്ടാണ്,
ഒരു ഗിഫ്റ്റായിട്ടാണ് രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഈ രക്ഷണീയ പദ്ധതിയിൽ തന്നെ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്, വിശുദ്ധീകരണം, അതുപോലെ മഹത്വീകരണം, പിന്നെന്താണ് തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പദ്ധതിയായിട്ട് ദൈവം നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ അത്ഭുത പ്രവൃത്തികളിലൊക്കെയും പഠിച്ചതായ പാഠങ്ങളിലൊക്കെയും അവർ അതായത് സൗഖ്യം നേടുന്ന സമയത്ത്, സൗഖ്യം പ്രാപിക്കുന്ന സമയത്ത്, അതിനുശേഷം ക്രിസ്തു കാണുമ്പോൾ ഇനി മേലാൽ പാപം ചെയ്യരുത്, അപ്പോൾ അവരുടെ ജീവിതം ഒരു വിശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലൂടെ നയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കെന്താണ്, നിത്യജീവൻ ഉറപ്പാണ് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക്. പക്ഷെ അതിനു മുൻപുള്ളതായ പാപത്തിൽ നിന്നുള്ള മോചനം ദൈവം ദാനമായിട്ട് നൽകുന്നതാണ് അവർക്ക്, അല്ലേ? അവർക്ക് ആ സൗഖ്യം ദൈവം കൊടുക്കുന്ന ദാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷ നമുക്ക് ദാനമായി ലഭിക്കുന്നതാണ്. പക്ഷേ രക്ഷണീയ പദ്ധതിയിൽ നമുക്കെന്താണ്, ആ നിത്യതയിൽ ദൈവം നമുക്ക് സ്ഥലം ഉറപ്പിക്കുവാൻ തക്കവണ്ണം പോയിരിക്കുന്നു. ആ സ്ഥലം നമുക്ക് ഉറപ്പ് വരുത്തുവാൻ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നമുക്ക് ആവശ്യമാണ്. പാസ്റ്റർ ബിനോയ്, ഈ രക്ഷ സൗജന്യമായി നൽകുന്നതായ ഒന്നാണ്. രക്ഷ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. മനുഷ്യൻ്റെ അതിലുള്ളതായ റോൾ എന്താണ്? നാം വെളിപ്പാടിൽ കാണുന്നത് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. അപ്പോൾ ആ രക്ഷയിൽ മനുഷ്യന് ആ രക്ഷയെ സ്വീകരിക്കുക, ആ രക്ഷയെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതാണ് രക്ഷ. മനുഷ്യന് വലിയ റോളാണ്. മനുഷ്യൻ ആ രക്ഷയെ നിരസിക്കാൻ പാടില്ല. നിരസിച്ചതുകൊണ്ട് തൽക്കാലം ശിക്ഷയൊന്നുമില്ലെങ്കിലും അവസാന വിധിനാളിൽ മനുഷ്യൻ ദൈവസേനയിൽ ഭയങ്കരമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ എല്ലാമായിരുന്ന, സ്വർഗത്തിലെ ആരാധന വിഷയമായിരുന്ന ദൈവം മനുഷ്യന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പരമയാഗമായി തീർന്നു. ആ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതിന് ഭയങ്കരമായ ശിക്ഷാപതി ഉണ്ട്. അത് രക്ഷയുള്ള ബന്ധത്തിൽ മനുഷ്യന് അത് സ്വായത്തമാക്കാൻ എന്ത് വില കൊടുത്തായാലും രക്ഷ വേണം. പക്ഷേ പലപ്പോഴും പല സമുദായങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി മോക്ഷം തേടി തീർത്ഥയാത്രകൾ, പുണ്യയാത്രകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അതെല്ലാം വിഫലമാണ്. മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവിൻ്റെ അടുക്കൽ പാവങ്ങൾ ഏറ്റുപറയുക. അപ്പോൾ മാത്രമാണ് മനുഷ്യന് ഒരുക്കിയിരിക്കുന്ന രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. ആ രക്ഷാപദ്ധതിയിൽ അവസ്ഥാനം നേടുകയുള്ളൂ. കർത്താവ് യേശു ക്രിസ്തുവിനെ നാം അറിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ കടക്കാൻ സാധിക്കുകയില്ല. പാസ്റ്റർ ചോദിച്ച പോലെ പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് പ്രപഞ്ചത്തിലുടനീളം നമ്മൾ കാണുന്നത്. അത് സൃഷ്ടിപ്പിൽ കണ്ടതുപോലെ തന്നെയും രക്ഷാപദ്ധതിയിൽ കണ്ടതുപോലെ തന്നെയും ലോകത്തിൻ്റെ അവസാനത്തിലും ആ അഭേദ്യമായ ബന്ധം എന്നേക്കും നിലനിൽക്കും. പിതാവിനെയോ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ വേർതിരിക്കാൻ കഴിയുന്നതല്ല. കാരണം മനുഷ്യൻ്റെ രക്ഷാപദ്ധതിയുമായി ബന്ധപ്പെട്ടും ലോകത്തിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടും എല്ലാം ഒന്നിച്ചു കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനില്ലാത്തവന് പിതാവില്ല. നാം പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാണ്. ആ ഒരു ദൈവീക തത്വത്തിൽ നാം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. തീർച്ചയായും. പാസ്റ്റർ സെൽസ്മോൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ അഥവാ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്താണ്? ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയതിനു ശേഷം മറ്റൊരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും നിങ്ങളെ വഴി നടത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ നമ്മളൊരു അവസരം നൽകുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും, നമ്മുടെ നീതിയിലും വഴി നടത്തും. വഴി നടത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനമായിട്ടുള്ളതായ പങ്ക്. പരിശുദ്ധാത്മാവ് നമ്മോട് എല്ലായ്പ്പോഴും കൂടെ ഇരിക്കും എന്നുള്ളതായ ഒരു വാഗ്ദത്തമുണ്ട്. അതെ, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവപുത്രന് ഇമ്മാനുവൽ എന്നുള്ളതായ ഒരു പേര് ഉണ്ടായിരുന്നു. ആ ഇമ്മാനുവൽ എന്ന പേരിനർത്ഥം ദൈവം നമ്മോട് കൂടെ. ഇപ്പോൾ ദൈവം നമ്മോട് കൂടെ നിത്യവും വസിക്കും എന്നുള്ളതായ വാഗ്ദത്തത്തോടു കൂടിയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരു കാര്യസ്ഥനെ, അഥവാ കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിപ്പാൻ അയക്കും എന്ന് പറഞ്ഞു. ആ കൂടെ ഇരിക്കുന്ന, നമ്മെ
കൂടെ വഴി നടത്തുന്ന, നമ്മുടെ സന്തത സഹചാരിയായിരിക്കുന്നതായ ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നേർവഴിക്ക് നടത്തുവാനും, നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. ഈ രക്ഷയുടെ പദ്ധതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് നമ്മെ രക്ഷയുടെ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന തൃത്വത്തിലെ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നാം ഒടുവിലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ മേലുള്ളതായ പ്രവർത്തനങ്ങൾ? പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ മേലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, അവിടെ 3 കൂട്ടം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അവൻ വന്ന് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ മാത്രമാണ്. ഒരു ന്യായവിധി ഉണ്ട് എന്ന് കേൾക്കുന്ന മനുഷ്യന് ഭയങ്കര ഭയാനകമായ ഒരു കാര്യമാണ്. പക്ഷേ ആ ന്യായവിധിയെക്കുറിച്ച് നമ്മളെ ബോധം വരുത്തുന്നതിലൂടെ ന്യായവിധി ഉണ്ടെന്നറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഒരു അവസരം കൂടിയാണ്. പലപ്പോഴും പലരും പാപത്തിൽ ഏർപ്പെടുകയും പാപം ചെയ്യുന്നതിൻ്റെ കാരണം ന്യായവിധിയൊന്നുമില്ല, ഈ ഭൂമിയിൽ എല്ലാം കൊണ്ട് തീരുകയാണ്. പക്ഷേ ഒരു ന്യായവിധി ഉണ്ട്, ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ചിന്ത നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. വലിയ പ്രധാനപ്പെട്ട ഒരു റോളാണ് പരിശുദ്ധാത്മാവ്. പിന്നെ പാപം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ് പാപം. നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പാപത്തെക്കുറിച്ചും പാപത്തെ സംബന്ധമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് വ്യക്തമായ ബോധം വരുത്തുക. ഏതെങ്കിലും ഒരു പ്രത്യേക ജനത്തിനല്ല, മുഴുവൻ ലോകത്തിന് വ്യക്തമായ ഒരു ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പലപ്പോഴും പൗലോസിൻ്റെ പ്രവർത്തന മേഖലകളിൽ ദൈവികതമില്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു പൗലോസിനെ പരിശുദ്ധാത്മാവ് വിലക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബിദൂനയിൽ കടന്നു പോകരുത് എന്ന് പറഞ്ഞ് പൗലോസിനെ വേറൊരു ദിക്കിലേക്ക് മാറ്റിവിടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു സന്തത സഹചാരിയായി ക്രിസ്തുവിൻ്റെ സഭയാകുന്ന മണവാട്ടിയെ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി നല്ലൊരു കാന്തയായി ഒരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പാസ്റ്റൽസ്, ഇത്രയും നിർണായകമായ പങ്ക് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തെ സ്വീകരിക്കുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കെങ്ങനെയാണ് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത്? നമുക്കെങ്ങനെയാണ് ലഭിക്കുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നത് എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ആ വാക്യം വായിക്കാം. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം: നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയുന്ന പ്രകാരമാണ്. ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്ന ഒരു ജനസമൂഹത്തിന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അവിടെ രണ്ടാമത് പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിക്കുന്നുവെങ്കിൽ, അല്ലേ, ചോദിക്കുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യും? മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയച്ചു തരും. എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുമെന്നാണ് ക്രിസ്തു പറയുന്നത്. എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുന്നതിന് പകരം നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അങ്ങനെ ആകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് ചോദിക്കുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചു തരികയും ചെയ്യും. അവൻ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുമെന്നാണ്. ഇവിടെ ഈ ത്രിത്വം അഥവാ ദൈവത്വത്തിൻ്റെ 3 വ്യക്തികളെയും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതെ. വാസ്തവത്തിൽ പലപ്പോഴും പല വിശ്വാസികളും, പ്രത്യേകിച്ച് സെവൻത് അഡ്വെന്റിസ്റ്റ് സഭയിലുള്ളതായ വിശ്വാസികൾ തന്നെ പറയുന്നത് ഈ 3 വ്യക്തികൾ എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമാണെന്ന് പറയുന്നതായ ധാരാളം പേരുണ്ട്. പക്ഷേ ഈ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അഥവാ ഒരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ മേൽ അയക്കുകയും ചെയ്യും എന്ന് പറയും. തീർച്ചയായിട്ടും ഇവിടെ 3
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ മാത്രമേ അപ്രകാരം ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്തും സൃഷ്ടിപ്പിൻ്റെ സമയത്തും ഒക്കെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വരുന്നതായിട്ട്. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വരികയാണ്. പുത്രൻ പിതാവിനോട് അപേക്ഷിച്ച് നമുക്ക് നൽകും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മൾ കൽപ്പനകളെ അനുസരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പാസ്റ്റർ, യേശു നമുക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചത്? അഥവാ നാം എപ്രകാരമായിരിക്കണമെന്നാണ് യേശു പ്രാർത്ഥിച്ചത്? പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഒരു സുദീർഘമായൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് അതിൻ്റെ ഇത്? കർത്താവിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രാർത്ഥനയാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കാണുന്നത്. പിതാവിനോട് പറയുകയാണ്, തന്നെ പിതാവിൻ്റെ അടുക്കലേക്ക് ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആ ശിഷ്യന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഞാൻ നിൻ്റെ മഹത്വത്തിലേക്ക് വരികയാണ്, എന്നെ അവിടുന്ന് ചേർക്കണമേ, അവിടുന്ന് സത്യത്താൽ ഈ ജനത്തെ വിശുദ്ധീകരിക്കണമേ, അവിടുന്ന് സത്യമാണ്, ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകണം എന്ന് കർത്താവിൻ്റെ ഇത്രയും ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. നമ്മൾ വാസ്തവത്തിൽ കരഞ്ഞു പോകും. പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാനങ്ങ് വരുമ്പോൾ ദുഷ്ടൻ്റെ കയ്യിൽ ഇവരകപ്പെടാതിരിക്കാൻ അങ്ങ് സൂക്ഷിക്കണമെന്ന്. യെസ്, അവരെ കൊടുക്കണമേ. അത്ര മനോഹരമായ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന വാസ്തവത്തിൽ മനസ്സിലാക്കുന്ന, വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും, കർത്താവിൻ്റെ ആ പ്രാർത്ഥനയെ ചെവിക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു ശിലാകൃതേൻ്റെയും കരളലിയും. അത്രമാത്രം ജനത്തെക്കുറിച്ച്, ശിഷ്യന്മാരെക്കുറിച്ച് ഉള്ള കർത്താവിൻ്റെ കൺസേൺ അതിഭയങ്കരമായി അതിൽ നിഴലിച്ച് നിൽക്കുകയാണ്. ഇത്ര ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന ബൈബിളിൽ ഇല്ല. കർത്താവിൻ്റെ പ്രാർത്ഥന. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു. പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനകൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രേക്ഷകരും നാം മനസ്സിലാക്കി ദൈവഭാഗത്ത് നിലകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാസ്റ്ററോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരെയും ജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച ആ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുന്നു. ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ പിതാവും പുത്രനുമായിരിക്കുന്ന പോലെ അവർ ഒന്നായി തീരണമെന്നുള്ള അവിടുത്തെ ആ വലിയ പ്രാർത്ഥന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദുഷ്ടൻ്റെ പ്രലോഭനങ്ങളിൽ, അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ കർത്താവിനെ ധ്യാനിച്ചും അങ്ങയിൽ ആശ്രയിച്ചും അങ്ങയെ മുറുകെ പിടിപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും താഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്കായി സ്തോത്രം. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണം, കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന ഘടനയായി സ്തുതിക്കുന്നു. സകലതും അവിടുത്തെ പ്രിയപുത്രനെ ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയും. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സദാ സമയവും ദൈവസന്നിധിയിൽ പക്ഷാപാതം ചെയ്യുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടും ആ ശബ്ദത്തിന് നാം വിധേയപ്പെട്ട് ദൈവഭാഗത്ത് ചേരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.